ഹായ് ഫ്രണ്ട്സ്, മലയാളം വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OTT അപ്ഡേറ്റുകളാണ്. ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും കൂടാതെ ഇന്നത്തെ സർപ്രൈസ് റിലീസോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. നമുക്ക് ഇന്നത്തെ സർപ്രൈസ് റിലീസായത് നോക്കാം. ഒരു ഹിന്ദി മൂവിയാണ്. നമ്മുടെ അജയ് ദേവ് പ്രധാന ഒളിത്തിയ ഒരു കോമഡി റൊമാൻസ് ഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഔറോൺ മെയിൻ കഹാൻ തുംത എന്നാണ് സിനിമയുടെ പേരാണ്. സിനിമ ആമസോൺ പ്രൈം വഴി ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണാത്തവരെ കണ്ടെന്ന് എക്സ്പ്ലെയിൻ നോക്കാത്തവരെ കണ്ടവരുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി ശ്രമിക്കാം. ഓക്കെ, ഇനി ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തെ സീരീസ് ഒരു ഹോളിവുഡ് മൂവിയാണ്. ത്രില്ലർ ഡ്രാമ ഭാഗത്തിലുള്ള സിനിമയാണ്. സെക്ടർ 36 എന്ന സിനിമയുടെ പേരിലാണ്. സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണാത്തവരെ കണ്ടെന്ന് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തൊരു തമിഴ് സീരീസാണ്. ത്രില്ലർ ഡ്രാമ ഭാഗത്തിലുള്ള സീരീസാണ്. രമ്യ നമ്പീശൻ അഭിരാമിയൊക്കെ പ്രധാന ഉൾത്തിയ സീരീസാണ്. ഗോലിസോഡ റൈസിംഗ് എന്നാണ് സീരീസിൻ്റെ പേര്. സീരീസിൻ്റെ ഫസ്റ്റ് സീസൺ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി മൾട്ടി ഓഡിയോയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണാത്തവരെ കണ്ടെന്ന് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തത് ഹിന്ദി സീരീസാണ്. ഒരു ഡയറക്റ്റ് OTT സീരീസ് ആയിരുന്നു. ബെർലിൻ എന്നാണ് സീരീസിൻ്റെ പേര്. സീരീസ് C5 വഴി ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണാത്തവരുടെ കണ്ടെന്ന് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തൊരു മലയാള സിനിമയാണ്. നമ്മുടെ ബേസിൽ ജോസഫ് നായകനായെത്തി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത കോമഡി ഡ്രാമ ത്രില്ലർ ഭാഗത്തിലുള്ള സിനിമയായിരുന്നു. തിയേറ്ററിൽ ഒരു ഗംഭീര വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു. നുണക്കുഴി എന്നാണ് സിനിമയുടെ പേര്. സിനിമ C5 വഴി മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണാത്തവരുടെ കണ്ടെന്ന് എക്സ്പ്ലെയിൻ നോക്കുന്നത്. കണ്ടവരുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി ശ്രമിക്കാം. ഓക്കെ, അടുത്തൊരു തമിഴ് സിനിമയാണ്. നമ്മുടെ കീർത്തി സുരേഷ് പ്രധാന ഉൾത്തിയ കോമഡി ഡ്രാമ ഭാഗത്തിലുള്ള സിനിമയാണ്. രഘു താത്ത എന്നാണ് സിനിമയുടെ പേര്. സിനിമ C5 വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണാത്തവരുടെ കണ്ടെന്ന് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഓഫീസർ ബ്ലാക്ക് ബെൽറ്റ് എന്നാണ് സിനിമയുടെ പേര്. സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണാത്തവരുടെ കണ്ടെന്ന് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തും ഒരു ത്രില്ലർ ഡ്രാമ ഭാഗത്തിലുള്ള ഇംഗ്ലീഷ് മൂവിയാണ്. യൂഗ്ലീസ് എന്നാണ് സിനിമയുടെ പേര്. സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണാത്തവരുടെ കണ്ടെന്ന് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തൊരു കോമഡി ഡ്രാമ ഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് സിനിമയാണ്. ബാലു ഗാനി ടാക്കീസ് എന്നാണ് സിനിമയുടെ പേര്. ആഹാ തെലുങ്ക് വഴി തെലുങ്ക് ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണാത്തവരുടെ കണ്ടെന്ന് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തും ഒരു കോമഡി ഡ്രാമ ഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് സിനിമയാണ്. നൻപൻ ഒരുവൻ വന്ത രാഗ എന്നാണ് സിനിമയുടെ പേര്. സിനിമ ആഹാ തെലുങ്ക് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണാത്തവരുടെ കണ്ടെന്ന് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തൊരു കന്നഡ മൂവിയാണ്. നമ്മുടെ രജപ് ഷെട്ടി നായകനായെത്തിയ ഒരു ത്രില്ലർ ഡ്രാമ ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. രൂപാന്തരം എന്ന സിനിമയുടെ പേര്. സിനിമ ആമസോൺ പ്രൈം വഴി കന്നഡ ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ്. വ്യോന ഇയർ വെഗൻസ് ആണ് സിനിമയുടെ പേര്. ടു ബി OTT പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണാത്തവരുടെ കണ്ടെന്ന് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ടെൻസ് എന്നാണ് സിനിമയുടെ പേര്. സിനിമ ആമസോൺ പ്രൈം വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണാത്തവരുടെ കണ്ടെന്ന് എക്സ്പ്ലെയിൻ നോക്കുന്നത്. കണ്ടവരുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി ശ്രമിക്കാം. ഓക്കെ, അടുത്തും ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ക്രൗൺ എന്നാണ് സിനിമയുടെ പേര്. സിനിമ ആമസോൺ പ്രൈം വഴിയും ആപ്പിൾ TV വഴിയാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ സിനിമ അവൈലബിൾ ആണ്. കാണാത്തവരുടെ കണ്ടെന്ന് എക്സ്പ്ലെയിൻ നോക്കാവുന്നത്. കണ്ടവരുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി ശ്രമിക്കാം. ഓക്കെ, അടുത്തൊരു തമിഴ് സിനിമയാണ്. ഒരു ഡ്രാമ ത്രില്ലർ ഭാഗത്തുള്ള സിനിമയാണ്. ഫൈൻഡർ എന്നാണ് സിനിമയുടെ പേര്. സിനിമ സിംപ്ലി സൗത്ത് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണാത്തവരുടെ കണ്ടെന്ന് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവി തന്നെയാണ്. സ്പാർക്ക് ലൈഫ് എന്നാണ് സിനിമയുടെ പേര്. ഡ്രാമ ത്രില്ലർ ഭാഗത്തുള്ള സിനിമയാണ്. സൺ നെക്സ്റ്റ് വഴിയാണ് സിനിമ റിലീസ് ചെയ്യപ്പെട്ടിരിക്കും. കാണാത്തവരുടെ കണ്ടെന്ന് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് സെപ്റ്റംബർ മാസം 13-ാം തീയതിയാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും കൂടാതെ ഇന്നത്തെ സർപ്രൈസ് റിലീസുകളാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽ പെട്ട ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു എന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി ശ്രമിക്കുക. പിന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം തിയേറ്ററിലേക്ക് റിലീസ് ചെയ്ത സിനിമകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര അടുത്ത എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തതും കാണാത്തവരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ 2 സിനിമകളുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്ത് നമുക്ക് അതിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു പുതിയ കിടിലൻ വീഡിയോ കാണുന്നവരിക്കും ബൈ.